അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് വെച്ചാൽ വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മളെ കാറ് ടാറ്റ നാനോ കാർ ഒരു സർവീസ് ഉണ്ട്, വാട്ടർ സർവീസ്. നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി സർവീസ് ചെയ്യുന്ന ഒക്കെ ഒന്ന് കാണാം, നമുക്ക് രസമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ, അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ചായ പലഹാരത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം ആദ്യം തന്നെ. ഇപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഗോതമ്പ് കൊണ്ടുള്ള ദോശയാണ്, ഗോതമ്പ് പൊടി കൊണ്ടുള്ള. നമ്മൾ തേങ്ങ ചിരകി ഇതൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് അങ്ങനെ. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് ആദ്യം ഉണ്ടാക്കുമല്ലോ, ഇത് തേങ്ങ ചിരകിയിട്ടിട്ട് നല്ല രസമാണ്. ഇനി അത് ചുട്ടെടുക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കെന്താ വെച്ചാൽ അതിന് മുമ്പ് ചെറിയൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ അമ്മയ്ക്കിപ്പോൾ ചായ ഉണ്ടാക്കുമ്പോഴേക്കും ഇതാ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പാൽപ്പൊടീൻ്റെ ആ ഒരു പാക്കറ്റ് അത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതാ കവർ ഒക്കെ പൊട്ടിച്ച് നീക്കി അതൊന്ന് ഇടട്ടതിലേക്ക്. അപ്പോൾ ഇന്നലെ പഴയതൊക്കെ ഉണ്ട് കഴിഞ്ഞു. ഇപ്പോൾ പുതിയ പാക്കറ്റ് പൊട്ടിച്ചിടണം. ഇതിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ പാൽപ്പൊടി. ഞാനങ്ങനെ പാൽപ്പൊടീൻ്റെ ഉപയോഗമില്ല. പാൽപ്പൊടി പാലും പൊതുവെ കുറവാണ്. അത് 1/2 കിലോൻ്റെ ഒരു മിൽമേൻ്റെ പാൽപ്പൊടി അതവിടെ നിൽക്കട്ടെ. ഈ ഒരു കവറ് നമുക്ക് ഏതായാലും ഇനി ദോശ ചൂടാം. അപ്പോൾ ഏതായാലും ചായ കുടിക്കായി. അമ്മയ്ക്ക് ഏതായാലും 2 ദോശ. പിന്നെ അതാ പഞ്ചസാര, ഇത് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട്. പിന്നെ ഇപ്പം ഇന്നൊരു പുഴുങ്ങിയ കോഴിമുട്ട ഉണ്ട്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞാൽ നല്ല നാടൻ മൈസൂർ പഴം ഉണ്ട് കഴിക്കാൻ. അങ്ങനെയൊക്കെ ഇടും. ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെയാണ്. എനിക്ക് ഈ ഗോതമ്പിൻ്റെ ഈ ഒരു ദോശയ്ക്ക് അമ്മ ചെയ്യുന്ന പോലെ പഞ്ചസാര അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഒന്നും ചേർക്കാതെ വെറുതെ അങ്ങനെ കഴിക്കാൻ തന്നെ രസമാണ്. കാരണം തേങ്ങ ചേർക്കിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നമ്മളെ ചെറിയ പൂച്ചക്കുട്ടി ഇപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ഇണങ്ങി വരുന്നുണ്ട്. ഒറ്റയ്ക്കായപ്പോൾ ഇണക്കം കൂടുതലാണ്, വേണ്ടോ. അപ്പോൾ റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ആളിതാ നമ്മളെ വലിയ പൂച്ചക്കുട്ടി, വലിയ പൂച്ച അയക്കണം ഇതൊക്കെ. അപ്പോൾ പിന്നെ വലിയ മര്യാദക്കാരനായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കും. പിന്നെ ഇത് കണ്ടോ, അപ്പോൾ ഒക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരു 8 മണിയൊക്കെ ഇങ്ങനെ ആവുന്നതോട് കൂടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. ചെറുത് കണ്ടില്ലേ, ആ വലിയ പൂച്ചകളൊപ്പം വലിയ ആളായിട്ട് നടക്കുന്നുണ്ട് കണ്ടില്ലേ. അവരപ്പോൾ കൂടിയൊക്കെ ശീലമായിപ്പോൾ അപ്പോൾ എല്ലാവരുമായിട്ടും ഇണങ്ങി. കണ്ടോ, ചെറുതാണ് വലിയ ആളെ പോലെ നടക്കുന്നത്. മീനിൻ്റെ സമയമാണിത്. അപ്പോൾ അവർക്ക് അറിയാത് ആ 8 മണി നേരത്തെ. ഇതൊക്കെ അടുത്ത വീടുത്തെ പൂച്ചകളാട്ടോ. നമ്മളത് ഈ 2 ഉള്ളൂ. ഈ കാര്യമായിട്ട് വെള്ളയാണ് ഇപ്പോൾ ഇതിപ്പോൾ വന്നു കൂടി. ഏതായാലും അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാണ്ട്, അതായത് വാട്ടർ സർവീസ്. അപ്പോൾ ഞാൻ ഏതായാലും വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടുപോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒന്ന് കൊണ്ടുപോയി വരണം. പിന്നെ പന്തലൂർ ഒന്ന് പോകണം ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് സർവീസും കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മളെ നാനോ കാറ് ഏതായാലും ഒന്ന് വാട്ടർ സർവീസിന് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാണ്ട്. കാരണം വെച്ചാൽ നമുക്കിത് 15 വർഷം കഴിഞ്ഞുള്ള ആ റിന്യൂവൽ ഉണ്ടല്ലോ, അപ്പോൾ അതിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള പണികളെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം കൊണ്ടുപോകാൻ. ഞങ്ങളൊരു എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കൂടെ ഇത്രയും വർഷമായിട്ട് ഉണ്ട് കാറ്. നമ്മളൊരു പ്രിയപ്പെട്ട കാറാണിത്. അതാണ് ഇങ്ങനെ കൊടുക്കാതെ കൊണ്ട് അങ്ങനെ ഉപയോഗിച്ച് പോകുന്നത്.
പന്തലൂരൊക്കെ പോയി പിന്നെ തിരിച്ച് ഉണ്ട് വന്നിട്ട് നമ്മൾ പോയ ആ വഴി തന്നെയാണ് ഇത്, പുളിയിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇവിടുന്നാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. അവിടെ കണ്ടില്ലേ അബാബിയിൽ എന്ന് പറഞ്ഞിട്ട്, അവിടുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് വാട്ടർ സർവീസ് നല്ല വിശദമായിട്ടുള്ള സർവീസ് ചെയ്യട്ടെ. അടിപൊളിയൊരു മഴ. അപ്പോൾ ഏതായാലും നമ്മളെ വണ്ടി ഏതായാലും ഒന്നും സർവീസ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ പുളിയിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ പന്തലൂരായി, അത് ഞങ്ങളുടെ നാടായി. ഞാൻ പന്തലൂരിൽ പോയി കൊണ്ടാണല്ലോ വന്നത്, അത് കഴിഞ്ഞിട്ടാണ് വിട്ടത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ സർവീസ്, അതായത് വാട്ടർ സർവീസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി സർവീസ്, അതായത് വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് എത്തി. നല്ല അടിപൊളിയായി, എല്ലാം ഉണ്ട്, ക്ലീനായി. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ട്, അതൊക്കെ പിന്നെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്ത് തീർക്കണം. ഏതായാലും നമുക്ക് ആ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം കണ്ടോ വണ്ടി നല്ല ഉഷാറായി. ഇപ്പോൾ വീട്ടിലെത്തിയതായാലും നല്ല നല്ല പുത്തൻ പോലെ ആയി. അതാണ് നല്ല ഒന്നാമതാണ് നമ്മളിത് സ്ഥിരമായിട്ട് ഞങ്ങളിത് കൊണ്ടു കിടക്കുന്നത്. നമ്മളെല്ലാ കാര്യത്തിലും ഒപ്പമുള്ള ഒരാളാണിത്. വണ്ടി വീട്ടിലത്തെ ഒരു അംഗം പോലെ തന്നെയാണ് ഞങ്ങൾക്ക്. അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണിത്, ഈ ചെറിയ കാറ്.
അങ്ങനെ ഒരു ആഗ്രഹത്തിനാണ് ഇത് അന്ന് ഞങ്ങൾ വാങ്ങിയത്. 2012, 13 ആ ഒരു കാലത്ത് ഒക്കെ ഉള്ളതാണ് വണ്ടി. ഇത് 2011 മോഡലാണ് വണ്ടി. ഞങ്ങൾ 12 ശേഷമൊക്കെയാണ് ഇത് വാങ്ങിയത്, അങ്ങനെ ഓർമ്മയിൽ. എന്തായാലും 15 വർഷം, ഒരു 10-13 വർഷമായി ഞങ്ങളെ ഒപ്പം ഉണ്ട് വണ്ടി. നല്ല നീറ്റാണ് വണ്ടി. അപ്പോൾ വെച്ചാൽ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ മുകളിലാണ് ചിലപ്പോൾ നമ്മളെ പൂച്ചയ്ക്ക് വരെ മുകളിലാണ് കയറി കിടത്തം. എങ്ങനെയുണ്ട് നോക്കി വണ്ടി? വൃത്തിയല്ലേ നോക്കി? സർവീസ് ചെയ്ത് കഴുകിയത് എങ്ങനെയുണ്ട്? പുതിയ മാതിരിയായില്ലേ? പുതിയ നല്ല വണ്ടിയല്ലേ, ഒക്കെ ഉഷാറായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.